ഹലോ, ഇന്ന് നമ്മൾ എർത്തക്കയ്ക്ക് മ്യൂസിയം കാണാൻ പോവാം കേട്ടോ. അപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്ത് പദ്ധതി ഇട്ടതാണ്. നമ്മൾ മാത്രമല്ല, ഇവിടെ നിന്ന് ഫാമിലി ട്രിപ്പാണ്. ഏത് ട്രിപ്പ് പോയാലും ഒരു ബാഗ് നിറയെ സാധനം എനിക്ക് കാണും. അപ്പോൾ ഓരോരുത്തർ വരുന്നതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുക. ലാസ്റ്റാണ് ഞാൻ പോയി ഇരുന്നത്. രണ്ട് പേരിരിക്കുന്ന സീറ്റിൽ ഇരുന്നിട്ട് പിന്നെ എന്നെ പൊക്കി എൻ്റെ കെട്ടിയ 3 പേരിരിക്കുന്ന സീറ്റിൽ കൊണ്ടിരുത്തി കേട്ടോ. ഛർദ്ദിക്കൊന്ന് പേടിച്ചിരുന്നെങ്കിൽ ഛർദ്ദിച്ചൊന്നുമില്ല കേട്ടോ. ദൈവം എത്രോട്ടം പ്രാർത്ഥിച്ചെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളാണ് ഇത്. ഒരുപാടുണ്ടായിരുന്നു. പകുതിയൊക്കെ ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാടാകുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. ലാസ്റ്റ് നമുക്ക് ബുക്ക് സ്റ്റൈൽ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കയറി ഒരു ബുക്കൊക്കെ എടുത്ത് വെറുതെ മറിച്ച് നോക്കി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ നോക്കി നടക്കുമായിരുന്നു ഈ മാഗ്നറ്റ്. ഓരോ സ്ഥലത്തിലും ഓരോ മാഗ്നറ്റ് വാങ്ങണം എന്നുള്ള ശീലം തുടങ്ങിയത് ഇപ്പോഴാണ്. അപ്പോൾ അതാ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ കാണിച്ച് ഭൂമി കുലുങ്ങുന്നത് എങ്ങനെയാണ്, അതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഭുജിലുണ്ടായ സംഭവം കേട്ടോ ഇവിടെ കാണിച്ച് റീക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ ഭീകര അവസ്ഥ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പം നമുക്കത് ഇവിടുത്തെ സംസ്കാരവും നമ്മുടെ ഇവിടുത്തെ ട്രഡീഷനും ഒക്കെ കാണാം. ഇങ്ങനെ മനുഷ്യരിങ്ങനെ ഭൂമിക്കിടയിൽ കിടക്കുന്നതൊക്കെ കാണുമ്പോൾ വിഷമം അന്നേരം നമുക്കൊന്നും തോന്നില്ല. കാരണം 7 നിലയിലായതുകൊണ്ട് നടന്ന് ഞാൻ കുഴഞ്ഞു പോയി. വീട്ടിൽ വന്നൊരു ഫീലിംഗ് ഉണ്ടാവും, അയ്യോ ഇങ്ങനെയാണല്ലോ എന്ന്. ലാസ്റ്റ് എങ്ങനെ ഭൂമി കുലുങ്ങുന്നു എന്ന് നമ്മളെ ഒന്ന് ഫീൽ ചെയ്യിക്കുമോ. പക്ഷെ അതെടുക്കാൻ എനിക്ക് ധൈര്യം വന്നില്ല. എൻ്റെ ഫോൺ തറയിൽ വീണാലോ എന്ന് പേടിച്ച് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ നടന്ന് ലാസ്റ്റ് പാട്ടെത്തി കേട്ടോ. അവിടെ നല്ല രസമുണ്ട്, ഒരു സമാധാനം എല്ലാം കഴിഞ്ഞൊരു സമാധാനം അന്തരീക്ഷം വരട്ടെന്ന് വിചാരിച്ചായിരിക്കും അവരിങ്ങനൊരു സെറ്റപ്പ് നേരത്തെ തയ്യാറാക്കി വെച്ചത്. പിന്നെ വിശന്ന് കുടൽ കഴിഞ്ഞ് കേട്ടോ. അവിടെ തന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. ഞാൻ പുറകിൽ നോക്കുമായിരുന്നു ഈ മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം വല്ലതും ആണെന്ന്. ഇത് മലയുടെ മുകളിലാണ് സ്ഥിതി ചെയ്തത്. നമ്മളൊരു പൂരിയും നമ്മുടെ ആലു പൊറോട്ടയും വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു, പറയാതിരിക്കുമ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ക്വാണ്ടിറ്റി ഇല്ലായിരുന്നു, അത്രയും വില ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം